കൂട്ടമായി വന്ന നേരം സൈമൺ സാറിന്റെ വരികളാണ്. കിതുശീലയിൽ കിടന്നൊരേശുദേവ, പാട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ നികൃഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. നിങ്ങൾ ശ്രദ്ധിച്ചോ വരികൾ? അട്ടിടയർ കൂട്ടമായി വന്ന നേരം കിതുശീലയിൽ കിടന്നൊരേശുദേവ, പാട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നിൻ നികൃഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീനരപതിയേ സിയോൻ മണവാളനെ. സത്യത്തിൽ അങ്ങനെയൊക്കെ എഴുതാൻ എനിക്ക് തോന്നുന്നു സൈമൺ സാറിന് മാത്രമേ പറ്റുള്ളൂ. പട്ടിനുള്ള മൂലവസ്തുവാകുന്ന പട്ടുനൂൽപ്പുഴുവിന് ജന്മം കൊടുത്ത പൊന്നു തമ്പുരാനെ, നിനക്കൊടുത്തു കിടക്കാൻ ഒരു പട്ടുടയാട ഇല്ലാതെ പോയോ? ഓ അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. കേൾക്കുന്നുണ്ടോ? ആർക്കറിയാം? ഓ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗേഹം പുൽക്കൂടാക്കി. അടുത്ത വരി കേൾക്കണേ. വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തിൽ സഞ്ചരിച്ചു. ആ വരി കേട്ടോ? വഴിയാധാര ജീവിയായി നീ. വഴിയാധാര ജീവിയായ ആര്? ഈ 7 ഭൂഖണ്ഡത്തിന്റെ ഓണർ, 7 മഹാസമുദ്രത്തിന്റെ ഓണർ, ഗാലക്സിയുടെ ഓണർ, സകലത്തിന്റെ ഉടമസ്ഥൻ നിനക്ക് വേണ്ടി ഇവിടെ വന്ന് വഴിയാധാര ജീവിയായി.